നടന്നത് കൊലപാതകം തന്നെയാണ്. അത് കുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. ഇപ്പോൾ രോഹിത് വെമുല ആത്മഹത്യ ചെയ്ത സമയത്ത് അതിനെ കൊലപാതകം എന്ന് തന്നെയാണ് നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിനെ ആത്മഹത്യ എന്ന് പറഞ്ഞത് RSSും BJP-യാണ്. അപ്പോൾ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോയത് രോഹിത് വെമുല എന്നുള്ളത് നമ്മൾ രാജ്യം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതേ രൂപത്തിലാണ് ഇത്. SFI എന്ന് പറയുന്നത് ഓരോരോ വിദ്യാർത്ഥി ക്രിമിനലുകൾ എന്ന രൂപത്തിലല്ല. SFI എന്ന സംഘടന, ആ സംഘടനയുടെ ബലത്തിൽ അല്ലെങ്കിൽ ആ ബലത്തിന്റെ മറവിൽ രാഷ്ട്രീയ ഗുണ്ടായിസം നടത്തിക്കൊണ്ട്, ഇതിപ്പോൾ ഒരു കോളേജിൽ മാത്രമല്ല, ഇപ്പോൾ നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട്, മഹാരാജാസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വേറെ രൂപമാണ് ഇപ്പോൾ ഈ വെറ്ററിനറി കോളേജിലും കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഏതർത്ഥത്തിലാണ് ഇവർ മനസ്സിലാക്കുന്ന അറിയില്ല. ഈ ഒരു അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞു മരിക്കുന്നതിൽ പരം വേദന എന്താണുള്ളത്, അല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? അപ്പോൾ ആ കുട്ടിയുടെ ചെറുപ്പം എങ്ങനെയായിരുന്നു എന്ന് അച്ഛൻ സംസാരിക്കുന്നുണ്ട്, വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നുണ്ട്. പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന, 10ാം ക്ലാസ് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിന് പോയ, രാവിലെ 5 മണിക്ക് ട്യൂഷന് പോയാൽ രാത്രി 7 മണിക്കാണ് വീട്ടിലെത്തിയാലും പഠനം മാത്രം. അങ്ങനെ ആ രൂപത്തിൽ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോയിട്ടാണ് ഇങ്ങനെ വെറ്ററിനറി കോളേജിലേക്ക് പോകുന്നത്. MBBSന് വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞപ്പോഴും വേണ്ട, എനിക്കിത് മതി എന്ന് പറഞ്ഞ് കുട്ടി പോവുകയായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ പഠനം മാത്രം ശ്രദ്ധിക്കുന്ന ഒരു വിദ്യാർത്ഥി, അതുപോലെ ഫോട്ടോഗ്രാഫിയിൽ താല്പര്യമുണ്ട്, നല്ല മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു, എല്ലാവർക്കും ഇടയിൽ ഇടപഴകുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് തന്നെയാണ് സഹപാഠികൾ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വാലന്റൈൻസ് ഡേയുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു തർക്കം ഒരു സീനിയർ വിദ്യാർത്ഥിനിയോടാണ് തോന്നുന്നു, ഒരു സ്നേഹാഭ്യർത്ഥന നടത്തി. അതിലെന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതിനുശേഷം ആണ് ഒരു പറ്റം സീനിയർ വിദ്യാർത്ഥികൾക്ക് ദേഷ്യം വരികയും പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു 3 ദിവസം ഒരു വിദ്യാർത്ഥിയെ തുടർച്ചയായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത്, അതും ഏത് രൂപത്തിലാണ് മർദ്ദിച്ചത്? കഴുത്തിൽ കമ്പി കുരുക്കി, വസ്ത്രമുരിഞ്ഞ് ഹോസ്റ്റലിന് മുന്നിൽ 130ഓളം കുട്ടികൾ സാക്ഷികളായിരുന്നു എന്ന് കണ്ടുനിന്ന ഒരു വിദ്യാർത്ഥി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബെൽറ്റ് കൊണ്ടടിച്ചു എന്ന് പറയുന്നു. ഈ മൃതദേഹത്തിന് 3 ദിവസം വരെ പഴക്കമുള്ള പരിക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 3 ദിവസം കുട്ടി പട്ടിണിയിലായിരുന്നു എന്ന് പറയുന്നു. ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ കാലിയാണെന്ന് മാത്രമല്ല, ഈ തള്ളവിരൽ ഇങ്ങനെ പതിഞ്ഞതിൻ്റെ പാടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചവിട്ടിയിട്ടുണ്ട്, വയറ്റിലും നെഞ്ചിലുമൊക്കെ ആ രൂപത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ഈ ഉപദ്രവിക്കുമ്പോൾ ഈ ഡീനോ ഈ കോളേജിലെ അധ്യാപകർ ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാകും? ഇതറിഞ്ഞ് അങ്ങോട്ടെത്തുന്ന മാതാപിതാക്കൾ തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു അധ്യാപകൻ ഓടി വന്ന് ഭയന്നുകൊണ്ട്, രാത്രിയിലാണെന്ന് പറയുന്നു, ഈ ബന്ധുവാണ് പറഞ്ഞത്, അമ്മാവനാണ് പറഞ്ഞത്, ഓടി വന്ന് രഹസ്യമായി നമ്പർ കൈമാറിയിട്ട് എന്നെ വിളിക്കണം, ഞാൻ ഇവിടെ നിന്നാൽ അപകടമാണെന്ന്. അധ്യാപകൻ ഭയക്കുന്നുണ്ട്. ആ ഭയക്കുന്ന അധ്യാപകർക്ക് പോലും ഭയക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടെങ്കിൽ എന്തുതരം ഗുണ്ടായസമാണ് അവിടെ നടക്കുന്നത്? എന്നിട്ട് ആ അധ്യാപകൻ പറഞ്ഞ ഘട്ടത്തിലാണ് ഈ രൂപത്തിലൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർ ആദ്യമായി അറിയുന്നത്. അങ്ങനെയാണ് പിന്നീട് കാര്യങ്ങളിലേക്ക് പോകുന്നത്. പോലീസ് ഏത് രൂപത്തിൽ പ്രവർത്തിച്ചു? പോലീസും ഇത് ആത്മഹത്യയാണെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇവരോട് പറയുകയായിരുന്നാണ് പറയുന്നത്. ഇപ്പോൾ അന്വേഷണം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് പ്രതികളിലേക്ക് എത്തിയത്? പ്രതികൾ എത്ര ദിവസം ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു? കീഴടങ്ങിയത് എപ്പോഴാണ്? പോലീസ് പിടിച്ചതല്ലോ, പലരും SFI പ്രവർത്തകർ നേതാക്കന്മാർ പോയി കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ രൂപത്തിൽ പോയിട്ടുള്ളതെന്നുള്ള നമുക്കറിയാവുന്നതാണ്. ഇത് കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ കൊലപാതകത്തിന്മേൽ ഏത് തരത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ്. ഇത് പല ഘട്ടങ്ങളായി പല രൂപത്തിൽ നടന്നിട്ടും എങ്ങനെയൊക്കെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. രാഷ്ട്രീയ നേതാക്കൾ വേണ്ട രീതിയിൽ, സർക്കാർ വേണ്ട രീതിയിൽ പ്രതികരിച്ചു. എല്ലാവരും പിടികൂടുമെന്ന് പറഞ്ഞാലും എത്ര വേഗം ഈ കാര്യത്തിലുണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അതിനുശേഷം നോക്കൂ, SFI പ്രവർത്തകരാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം നടക്കുന്നു. SFI അല്ല എന്ന് ഈ പയ്യൻ പറയുന്നു, SFIയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് വീട്ടുകാരോട് പറയുന്നു. വീട്ടുകാരോട് കോളേജിലെ ഓരോ കാര്യങ്ങൾ വിവരിക്കുന്ന ഒരു കുട്ടിയാണ്. മാതാപിതാക്കൾ പറയുന്നു, ചെറുപ്പം മുതലേ പഠനം മാത്രം, CBSE സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്, അങ്ങനെ ഒരു പശ്ചാത്തലമേ ഇല്ല. SFI ആവുന്നൊരു പാതകമായിട്ടല്ല, കുട്ടിക്ക് അങ്ങനെ ഒരു പശ്ചാത്തലമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. അതിനുശേഷം SFI വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥത്തിൻ്റെ മരണത്തിൽ അനുശോചനം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ആ വീടിന് മുന്നിൽ വയ്ക്കുമ്പോൾ എന്തുതരം ക്രൂരതയാണ്! മരിച്ച ശേഷം കാണിക്കുന്ന ക്രൂരത. അതിനുശേഷം മരിച്ച ശേഷം പെൺകുട്ടിയുടെ പരാതി കൊണ്ട് കൊടുക്കുന്നു, മരിച്ച ശേഷം. അപ്പോൾ എന്ത് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. Meet the editors.